ട്രേഡിംഗ് എങ്ങനെ ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ യൂട്യൂബിൽ ദിനം പ്രതി കാണാറുണ്ട്. ഏതൊരു സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏതൊരു യൂട്യൂബ് ചാനൽ എടുത്തു കഴിഞ്ഞാലും അതിൽ ഏതെങ്കിലും ഒരു വീഡിയോ ഇതിനെക്കുറിച്ചുള്ളതായിരിക്കും. എങ്ങനെ നമുക്ക് ലാഭത്തിൽ ട്രേഡ് ചെയ്യാം, എങ്ങനെ നഷ്ടമില്ലാതെ ട്രേഡ് ചെയ്യാം, എങ്ങനെ ഏറ്റവും മികച്ച രീതിയിൽ ട്രേഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ കാണാറുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ട്രേഡ് ചെയ്യുവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോസ് വളരെ കുറവായിരിക്കും. കാരണം ആരും അതിനെക്കുറിച്ച് പ്രൊമോട്ട് ചെയ്യാറില്ല. എന്തുകൊണ്ട് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അതിനെക്കുറിച്ചുള്ള വീഡിയോസും വളരെ കുറവായിരിക്കും. നമ്മൾ സാധാരണ ഇപ്പം വൈകുന്നേരം മാർക്കറ്റ് 3:30 മണിക്ക് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കാത്തിരിക്കുന്നത് അടുത്ത ദിവസം രാവിലെ 9 മണിക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കാത്തിരിക്കും. വെള്ളിയാഴ്ചയ്ക്കാണെങ്കിൽ പിന്നെ പറയേണ്ട, ശനി ഞായർ ഡിപ്രഷൻ ആയിരിക്കും എപ്പോൾ മാർക്കറ്റ് തിങ്കളാഴ്ച. കാരണം എന്ന് പറയുന്നത് നമുക്കതൊരു അഡിക്ഷനായി പോയി പലർക്കും. ഈ ചിലർക്ക് ഈ സ്ഥിരം മദ്യപിക്കുന്നവർക്ക് മദ്യം കിട്ടിയില്ലെങ്കിൽ കൈവിറയ്ക്കുന്നത് പോലെ, ഈ സിഗരറ്റ് വലിക്കുന്നവർക്ക് സിഗരറ്റ് കിട്ടിയില്ലെങ്കിൽ ചുണ്ട് വിറയ്ക്കുന്നത് പോലെ, നമുക്കിപ്പം ഈ ട്രേഡർമാർക്ക്, ഈ അഡിക്റ്റിംഗ് ആയിട്ടുള്ള ട്രേഡർമാർക്ക് ഒരു അസുഖമാണെന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം അവരതിനെ ട്രേഡിങ്ങിന് അഡിക്റ്റ് ആയിപ്പോയി. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഇതിൽ കുറച്ച് അസുഖങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു അസുഖം ഉള്ളവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ട്രേഡിംഗ് നിർത്തേണ്ടിയിരിക്കുന്നു. അല്ല എന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു പരിഹാരം കണ്ടിട്ട് നിങ്ങൾ ട്രേഡിംഗ് തുടങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പലരും ലോൺ എടുത്ത് ട്രേഡ് ചെയ്യാറുണ്ട്, കടം വാങ്ങിച്ച് ട്രേഡ് ചെയ്യാറുണ്ട്, നമ്മുടെ സാലറി വെച്ചിട്ട് അതിൽ നിന്ന് ലോൺ എടുത്ത് നമ്മൾ ട്രേഡ് ചെയ്യാറുണ്ട്. അങ്ങനെ ലോൺ എടുത്ത് നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മളിപ്പം ലോൺ എടുത്ത് ഒരു ട്രേഡ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് മാസം തോറും ലോൺ അടയ്ക്കണം, അല്ലെങ്കിൽ പലിശ കൊടുക്കണം, അതിന്റെ EMI അടയ്ക്കണം. അത്തരം ഒരു ടെൻഷനോട് കൂടിയായിരിക്കും നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്? പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. പ്രോഫിറ്റ് കിട്ടിയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? നമുക്ക് EMIയോ ലോണോ ഒക്കെ പലിശയൊക്കെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ കടമെടുത്താണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ. അപ്പം ഒരിക്കലും നമ്മൾ കടമെടുത്ത് ട്രേഡ് ചെയ്യാൻ പോകരുത്. കടമെടുത്താണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ ദയവായിട്ട് അത് വെച്ച് നിർത്തുക. കാരണം എന്ന് പറയുന്നത്, നമുക്ക് എപ്പോഴും ടെൻഷൻ ആയിരിക്കും. നമ്മളിപ്പോൾ ഒരു 10 ലക്ഷം രൂപ കടമെടുത്ത് വെച്ചിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നതെങ്കിൽ, ഈ 10 ലക്ഷം രൂപ നമ്മുടെ ക്യാപിറ്റൽ കടമായിട്ട് കിടക്കുകയാണ്. ഈ 10 ലക്ഷം രൂപ നമ്മൾ കൊടുക്കണം. അത് പോയിട്ട് നമ്മൾ പലിശയ്ക്കാണ് എടുത്തിരിക്കുന്നതെങ്കിൽ പലിശ അടയ്ക്കണം, അല്ലെങ്കിൽ EMI അടയ്ക്കണം, ലോൺ അടയ്ക്കണം. അപ്പം ആ ഒരു ടെൻഷനിൽ നമുക്ക് ഒരിക്കലും നഷ്ടം നമുക്ക് പ്രതീക്ഷിക്കാനോ അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാനോ പറ്റത്തില്ല. കാരണം നമുക്ക് പ്രോഫിറ്റ് ആണ് വേണ്ടത്. പ്രോഫിറ്റ് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഈ കടമെടുത്തിരിക്കുന്ന പൈസ തിരിച്ചു കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഒരിക്കലും കടമെടുത്ത് നമ്മൾ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. അതുപോലെ തന്നെ നമ്മൾ കടമെടുത്ത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് പ്രഷർ ഉണ്ടാവും. മനസ്സിൽ ഭയങ്കര പ്രഷർ ഉണ്ടാവും. നമ്മൾ എപ്പോഴും ഒരു ട്രേഡ് ചെയ്യാനിരിക്കുമ്പോൾ നമ്മൾ ഫ്രീ മൈൻഡോട് കൂടി വേണം ഇരിക്കാൻ. ഇപ്പം നമ്മുടെ സ്വന്തം പൈസയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം എൻ്റെ ഒരു സ്വന്തം ഒരു 10 ലക്ഷം രൂപ എൻ്റെ ക്യാപിറ്റലായിട്ട് ട്രേഡിംഗ് അക്കൗണ്ടിൽ കിടക്കുന്നതാണെന്നുണ്ടെങ്കിൽ, എനിക്ക് കൃത്യമായിട്ട് റിസ്ക് മാനേജ്മെന്റ് വെച്ചിട്ട് ഇപ്പം ഒരു 10 ലക്ഷം രൂപയിൽ നിന്ന് വെറും 1 ലക്ഷം രൂപയോ 2 ലക്ഷം രൂപയാണ് എടുത്ത് ഞാൻ ട്രേഡ് ചെയ്യുന്നതെങ്കിൽ, അതിലൊരു ദിവസം ഒരു 2000-3000 രൂപ ലോസ് വന്നു കഴിഞ്ഞാലും എനിക്ക് ക്യാപിറ്റൽ ഉണ്ട്. ബാക്കി ക്യാപിറ്റൽ കിടക്കാണ്. എനിക്ക് പോയ പൈസ തിരിച്ചു പിടിക്കാൻ പറ്റും. കാരണം ഇത് എൻ്റെ സ്വന്തം പൈസയാണ്. എനിക്ക് വേറെ ആർക്കും കണക്ക് കൊടുക്കേണ്ടതോ ഒരു മാസം നഷ്ടം വന്നാലോ എനിക്ക് വലിയ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ലോൺ എടുത്ത് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് മാനസികമായിട്ട് വലിയ പ്രഷർ ഉണ്ടാകും. ആ പ്രഷർ ഒരിക്കലും നമുക്ക് ട്രേഡിങ്ങിൽ വിജയിക്കുവാനുള്ള ഒരു സാധ്യതയും നമുക്ക് തരുന്നില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ട്രേഡിങ്ങിൽ വേണ്ടതെന്ന് പറയുന്നത് സൈക്കോളജിയാണ്. നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് പോലെയല്ല ട്രേഡിംഗ് എന്ന് പറയുന്നത്. ട്രേഡിംഗ് എന്ന് പറയുന്നത് നമ്മൾ മാക്സിമം ഒരുപാട് പേര് ചെയ്യുന്നത് ഇൻട്രാഡേ ട്രേഡിംഗ് ആണ്. ഇൻട്രാഡേ ട്രേഡിംഗിൽ നമുക്ക് രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വൈകിട്ട് 3:30 പിന്നെ നമ്മൾ പ്രോഫിറ്റ് എടുത്തിട്ട് നമ്മൾ എക്സിറ്റ് ചെയ്യുകയാണ് സാധാരണ എല്ലാവരും ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ വർക്കൗട്ട് ആകുന്നതെന്ന് പറയുന്നത് സൈക്കോളജിയാണ്. ഇപ്പോൾ ഒരു 10ാം ക്ലാസ്സിൽ പഠിച്ചവനും അല്ലെങ്കിൽ ഒരു MBA പഠിച്ചവനും രണ്ടുപേരും തിയറി പഠിച്ചിട്ടാണ് മാർക്കറ്റിലോട്ട് വരുന്നതെങ്കിൽ ഒരിക്കലും തിയറി പ്രാക്ടിക്കലായിട്ട് നമുക്ക് നടക്കത്തില്ല. കാരണം എന്ന് പറയുന്നത്, ഒരു 80% നമുക്ക് സൈക്കോളജിയാണ് ഇൻട്രാഡേ ട്രേഡിങ്ങിൽ അല്ലെങ്കിൽ ഓപ്ഷൻ ട്രേഡിങ്ങിലൊക്കെ നമുക്ക് വർക്കാവുന്നത്. അവിടെ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന തിയറി കൊണ്ടെന്ന് ലാപ്ടോപ്പിന്റെ ഫ്രണ്ടിലോ മൊബൈലിന്റെ ഫ്രണ്ടിലോ വെച്ചിട്ട് ഈ തിയറി അനുസരിച്ച് ട്രേഡ് എടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അവിടെ നടക്കില്ല. അവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് വർക്കൗട്ട് ആകുന്നതെന്ന് പറയുന്നത് സൈക്കോളജിയാണ്. അതിൽ നമ്മൾ എപ്പോഴും പ്രാക്ടീസ് ചെയ്യണം. നമുക്ക് മൈൻഡ് കൺട്രോൾ ഉണ്ടായിരിക്കണം. ഒരു ട്രേഡ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ലോസ്, നമ്മൾ എത്ര % ആണോ നമ്മൾ ലോസ് പ്രതീക്ഷിക്കുന്നത് അവിടെ വെച്ച് കൃത്യമായിട്ട് നമ്മൾ എക്സിറ്റ് ആകാൻ പഠിക്കണം. എത്രയാണോ ടാർഗറ്റ് വെച്ചിട്ട് നമ്മൾ ടാർഗറ്റ് എത്തുമ്പോഴത്തേക്കും എക്സിറ്റ് ആകാൻ വേണ്ടിയിട്ട് ആ ഒരു 2 കാര്യവും. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ എൻട്രി എന്ന് പറയുന്നത്. നമ്മൾ ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്ട്രാറ്റജി വെച്ചാണ് ട്രേഡ് എടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സ്ട്രാറ്റജി അനുസരിച്ചുള്ള ഒരു എൻട്രി ലെവൽ
ആ ഒരു സ്ട്രാറ്റജി അനുസരിച്ച് ഒരു എൻട്രി ലെവൽ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു എൻട്രി ലെവലിൽ വരുമ്പോൾ മാത്രമേ നമ്മൾ എൻട്രി എടുക്കാവൂ. നമ്മൾ ഈ കൊച്ചു കുട്ടികളെ പോലെ നമ്മൾ പെരുമാറുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ഇപ്പം വീട്ടിലുള്ള ഒരു കൊച്ചുകുട്ടിയെ അടുത്തിരുത്തിയിട്ട് നമ്മൾ പറയുകയാണ് ഒരു ചാർട്ടും കൊടുത്തിട്ട് ഈ ഒരു ചാർട്ടിൽ ഈ ലൈനിൽ മാർക്കറ്റ് വരുമ്പോൾ മാത്രം എൻട്രി എടുക്കുക, മുകളിലൊരു ടാർഗറ്റ് വരച്ചു കൊടുക്കുക, താഴെ ഒരു സ്റ്റോപ്പ് ലോസ് വരച്ചു കൊടുക്കുക. ആ കുട്ടിക്ക് വേറെ ഒന്നും അറിയില്ല. കാരണം ആ കുട്ടിക്ക് ലാഭമോ നഷ്ടമോ ആ കുട്ടിയുടെ മനസ്സിനെ ബാധിക്കുന്നേ ഇല്ല. ആ കുട്ടിയോട് നമ്മൾ പറഞ്ഞ എന്താണ്? ആ കുട്ടിയോട് നമ്മൾ പറഞ്ഞത് ഇന്ന ലൈനിൽ മാർക്കറ്റ് എത്തുമ്പോഴത്തേക്കും എൻട്രിയിൽ പ്രസ് ചെയ്യുക, താഴോട്ട് ആ ചുവന്ന ലൈനിൽ എത്തുമ്പോഴത്തേക്കും എക്സിറ്റ് അടിക്കുക, അല്ലെങ്കിൽ മുകളിൽ പച്ച ആ ഒരു ടാർഗറ്റിൽ എത്തുമ്പോഴത്തേക്ക് ആ കുട്ടിക്ക് അത് മാത്രമേ അറിയത്തുള്ളൂ. കാരണം എന്താണ്? കുട്ടി നോക്കിയിരിക്കുന്നത് ചാർട്ടാണ്. നമ്മൾ എപ്പോഴും ഒരു ട്രേഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു ട്രേഡ് എടുത്തിട്ട് നമ്മൾ ചാർട്ട് നോക്കിയിട്ടാണ്, ഇപ്പം നിഫ്റ്റിയിലാണ് നിങ്ങളൊരു ഇത് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലാണ് നിങ്ങളൊരു ട്രേഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം പോകുന്ന എവിടെയാണ്? നേരെ നമ്മുടെ P&L നോക്കിക്കൊണ്ടിരിക്കും. പ്രോഫിറ്റ് ആണോ ലോസ് ആണോ, അതിൽ ഓരോ സെക്കൻഡിലും മിന്നി മാഞ്ഞുകൊണ്ടിരിക്കും നമ്മുടെ പ്രോഫിറ്റും ലോസും ഒക്കെ. അവിടെയാണ് നിങ്ങളുടെ മൈൻഡ് പെട്ടെന്നും തകർന്നു പോകുന്നത്. നിങ്ങളൊരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കേണ്ടതെന്ന് പറയുന്നത് എപ്പോഴും ചാർട്ടിലാണ്. ഏത് ചാർട്ടിലാണ് നോക്കേണ്ടത്? നിങ്ങൾ എടുത്തിരിക്കുന്ന സ്ട്രൈക്ക് പ്രൈസിന്റെയോ അല്ലെങ്കിൽ പ്രീമിയത്തിന്റെയോ ചാർട്ടിലല്ല നോക്കേണ്ടത്. നിങ്ങൾ എടുത്തിരിക്കുന്നത് ഇൻഡെക്സിലാണ് ഒരു ട്രേഡ് എടുത്തിരിക്കുന്നതെങ്കിൽ ആ ഇൻഡെക്സിൽ കൃത്യമായിട്ട് നിങ്ങൾക്കൊരു എൻട്രി പോയിന്റ് ഉണ്ട്, കൃത്യമായിട്ടൊരു സ്റ്റോപ്പ് ലോസ് ഉണ്ട്, കൃത്യമായിട്ടൊരു ടാർഗറ്റ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ആ ചാർട്ടിലാണ് നോക്കിയിരിക്കേണ്ടത്. അല്ലാണ്ട് നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ പ്രോഫിറ്റും ലോസും നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ മൈൻഡ് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നിങ്ങളൊരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോഫിറ്റും ലോസും ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ആ ഒരു ട്രേഡിൽ വിജയിക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഓവർ ട്രേഡിംഗ് ആണ്. നമ്മൾ റിവെഞ്ച് ട്രേഡിംഗ് ചെയ്യും. ഇപ്പം ഒരു ട്രേഡ് എടുത്തു, ഒരു ട്രേഡ് ലോസിലായി, രണ്ടാമത് വീണ്ടും ട്രേഡ് എടുത്തു ലോസിലായി, മൂന്നാമത് വീണ്ടും ട്രേഡ് എടുത്തു ലോസിലായി. അപ്പം ഓരോ ട്രേഡ് ലോസിലാകുമ്പോഴും നിങ്ങൾ വിചാരിക്കുന്നത് എന്താണ്? അടുത്ത ട്രേഡിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. അങ്ങനെ ഓരോ ട്രേഡിലോട്ട് പോകും തോറും നിങ്ങൾക്ക് പ്രഷർ കൂടിക്കൊണ്ടിരിക്കും നിങ്ങളുടെ മനസ്സിൽ. ആദ്യത്തെ ട്രേഡിൽ 2000 ലോസ് വന്നു, രണ്ടാമത്തെ ട്രേഡിൽ 5000 ലോസ് വന്നു. ഇതെല്ലാം കൂടെ നിങ്ങൾക്ക് അടുത്ത് കവർ ചെയ്യേണ്ടത് എവിടെയാണ്? ഒറ്റ ട്രേഡിലാണ്. അപ്പൊ നിങ്ങൾക്ക് അത്രയും പ്രഷർ കൂടി വരും. അപ്പൊ നമ്മൾ ഒരിക്കലും ഓവർ ട്രേഡ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ റിവെഞ്ച് ട്രേഡ് ചെയ്യാൻ പാടില്ല. നിങ്ങളിപ്പം സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് ആദ്യമായിട്ടൊക്കെ വരുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അറിയാതെയൊക്കെ നമ്മൾ ട്രേഡ് ചെയ്യും. ഇപ്പം എനിക്ക് തന്നെ വ്യക്തിപരമായിട്ട് പരിചയമുള്ള ഒരുപാട് പേരുണ്ട്. ലക്ഷക്കണക്കിന് രൂപ ലോസ് വന്നവർ, അത് പഠിക്കാണ്ട് ചെയ്തവരുണ്ട്. അതുപോലെ തന്നെ പലർക്കും അക്കൗണ്ട് ഹാൻഡിലിങ്ങിന് കൊടുത്തിട്ട് അവർ ലോസ് വരുത്തിയവരുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് തിരിച്ച് മാർക്കറ്റിലോട്ട് വരുമ്പോൾ അവരുടെ മനസ്സിലുള്ള ഒരു ചിന്ത എന്ന് പറയുന്നത് ഒറ്റ ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു മാസം കൊണ്ടോ ഈ ലോസ് റിക്കവർ ചെയ്യാം, ഇല്ലേ? നമുക്കുണ്ടായിട്ടുള്ള ലോസ് എല്ലാം, മാർക്കറ്റിൽ വന്നിട്ടുള്ള ലോസ് എല്ലാം നമ്മൾ മാർക്കറ്റിൽ നിന്ന് തന്നെ പെട്ടെന്നും റിക്കവർ ചെയ്ത് പ്രോഫിറ്റിലോട്ട് തിരിച്ചു പോകണമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ മാർക്കറ്റിലോട്ട് വരുന്നത്. ഒരിക്കലും അങ്ങനത്തെ ഒരു ചിന്തയോടുകൂടിയാണ് നിങ്ങൾ മാർക്കറ്റിലോട്ട് തിരിച്ചു വരുന്നതെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റത്തില്ല. കാരണം എന്താണ്? നിങ്ങൾക്ക് പോയിരിക്കുന്ന ഹ്യൂജ് എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ അത് തിരിച്ചു പിടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സമയമെടുക്കും. ചിലപ്പോൾ ഒരു വർഷം കൊണ്ടുപോയ പൈസ എന്ന് പറയുന്നത് തിരിച്ചു പിടിക്കണമെങ്കിൽ ചിലപ്പം അടുത്ത 5 വർഷം എടുക്കും. എല്ലാം കൂടെ നമ്മൾ ഒരു ദിവസം പിടിക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്? നമുക്ക് വീണ്ടും ലോസ് വരുന്നത്. അതുകൊണ്ട് ഒരിക്കലും റിവെഞ്ച് ട്രേഡ് എടുക്കാൻ നിങ്ങൾ നിൽക്കരുത്. അല്ലെങ്കിൽ നമ്മൾ പഴയ ലോസ് റിക്കവർ ചെയ്യുവാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ഒരു സ്ട്രാറ്റജിയിൽ നമ്മുടെ എക്സിറ്റ് ആൻഡ് എൻട്രി ഉണ്ട്, ഇല്ലേ? നിങ്ങളിപ്പം നിങ്ങളുടെ റിസ്ക് മാനേജ്മെന്റ് വെച്ചിട്ട് ഒരു ദിവസം ഒരു 100 രൂപയ്ക്ക് ഒരു സ്ട്രൈക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടാർഗറ്റ് ഇത്ര പെർസെൻറ്റേജ് ആണ്, ആ ഒരു ക്യാപിറ്റലിന്റെ ഇത്ര പെർസെൻറ്റേജ് ആണ്. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും 100 രൂപയ്ക്ക് എടുക്കുന്ന സ്ട്രൈക്ക് എനിക്ക് 200 രൂപ വരെ പോയിട്ട് 100 രൂപ പ്രോഫിറ്റ് കിട്ടണം. ഒരിക്കലും മാർക്കറ്റ് പോകത്തില്ല. നിങ്ങൾ എപ്പോഴും ഒരു സ്ട്രാറ്റജി വെച്ചിട്ട് നമ്മൾ ഒരിക്കലും ഒരു ട്രേഡിന് നിൽക്കരുത്. മാർക്കറ്റിന്റെ സ്വഭാവം എന്ന് പറയുന്നത് പല രീതിയിലാണ്. പല ദിവസങ്ങളിൽ മാർക്കറ്റിന് പല സ്വഭാവമായിരിക്കും. നിങ്ങളുടെ ഒരു റിസ്ക് റിവാർഡ് റേഷ്യോ എന്ന് പറയുന്നത് 1:2 ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സൈഡ് വൈസ് മാർക്കറ്റിൽ അത്രയും കിട്ടിയെന്ന് വരത്തില്ല. ട്രെൻഡിങ് മാർക്കറ്റിൽ ചിലപ്പോൾ നിങ്ങൾക്ക് 1:4 കിട്ടും. അപ്പം ഓരോ മാർക്കറ്റിനനുസരിച്ച് നിങ്ങൾ ഡിഫറെന്റ് സ്ട്രാറ്റജികൾ നിങ്ങൾ ബിൽഡ് ചെയ്ത് വെക്കണം. ഇപ്പൊ നിങ്ങൾ കോമൺ ആയിട്ട് നിങ്ങളിപ്പം ഒരു സ്ട്രാറ്റജി വെച്ചിരിക്കുകയാണ്. നിങ്ങളുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇപ്പം 100 രൂപയ്ക്ക് ഒരു നിഫ്റ്റിയിൽ ഒരു കോൾ ഓപ്ഷനോ പുട്ട് ഓപ്ഷനോ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ടാർഗറ്റ് 40 പോയിന്റ് ആയിരിക്കും. 100 രൂപയ്ക്ക് എടുക്കുന്ന ഒരു ട്രേഡ് 140 എത്തിയാലേ നിങ്ങൾ എക്സിറ്റ് ആവത്തുള്ളൂ. ട്രെൻഡിങ് മാർക്കറ്റിൽ നടക്കും ആ സ്ട്രാറ്റജി. പക്ഷേ മാർക്കറ്റ് ഒരു സൈഡ് വൈസ് ആണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം ഈ 40 പോയിന്റ് കിട്ടിയെന്ന് വരത്തില്ല. ചിലപ്പോൾ ഒരു 10 പോയിന്റിൽ ഇറങ്ങേണ്ടി വരും.
അവിടെയാണ് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യേണ്ടത്. എനിക്ക് ഇന്ന് 40 പോയിന്റ് കിട്ടത്തില്ല, 10 പോയിന്റ് കിട്ടത്തുള്ളൂ. കാരണം മാർക്കറ്റിന്റെ സ്ട്രക്ചർ അങ്ങനെയാണ്. പക്ഷേ നമ്മൾ 40 പോയിന്റിന് വേണ്ടി ഇരിക്കും, 10 പോയിന്റ് 20 പോയിന്റ് എത്തിയിട്ട് നേരെ തിരിച്ച് താഴോട്ട് വന്ന് ലോസിലോട്ട് പോകും. ലോസിലോട്ട് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ വിചാരിക്കുക, ഞാൻ അവിടെ വെച്ച് എക്സിറ്റ് ആയാൽ മതിയായിരുന്നു. പക്ഷേ ഓൾറെഡി നമ്മൾ ലോസിലോട്ട് വന്നു കഴിഞ്ഞു. ഇനി ലോസിൽ വന്നു കഴിഞ്ഞാലോ, നിങ്ങളുടെ റിസ്ക് റിവാർഡ് എന്ന് പറയുന്നത് 1:2 ആണ്. 10 പോയിന്റ് സ്റ്റോപ്പ് ലോസ് ആണെങ്കിൽ 20 പോയിന്റ് നിങ്ങളുടെ ടാർഗറ്റ് ആണ്. പക്ഷെ നമ്മൾ എന്താ ചെയ്യുക, 10 പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എക്സിറ്റ് ആകില്ല. 20, 30, 40 താഴോട്ട് പോകുന്ന എല്ലാ പോയിന്റ് വരേക്കും നമ്മൾ കാത്തിരിക്കും. മാർക്കറ്റ് റിക്കവർ ആകും. എനിക്ക് വേണ്ടിയിട്ട് മാർക്കറ്റ് തിരിച്ചു വരും. ചില ദിവസങ്ങളിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ട് മാർക്കറ്റ് തിരിച്ചു കയറി വരും, ഇല്ലേ? ഇപ്പം 90 രൂപയ്ക്കാണ് നിങ്ങൾ സ്റ്റോപ്പ് ലോസ് വെച്ചേക്കുന്നതെങ്കിൽ 89 വരെ വന്നിട്ട് തിരിച്ച് ടാർഗറ്റിലോട്ട് പോകും. അടുത്ത ദിവസം നിങ്ങൾ എന്ത് ചെയ്യും, 90 എത്തുമ്പോഴത്തേക്കും നിങ്ങൾ വിചാരിക്കും ഇന്നലെ 89 എത്തിയിട്ട് തിരിച്ചു കയറി, അതുകൊണ്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. അന്നേ ദിവസം 80 പോകും, 70 പോകും, 60 പോകും. അപ്പോൾ വിചാരിക്കും മാർക്കറ്റ് 90 എത്തിയപ്പോഴത്തേക്കും എക്സിറ്റ്. കാരണം എന്ന് പറയുന്നത് 2 ദിവസവും മാർക്കറ്റിന്റെ സ്ട്രക്ചർ വേറെ വേറെ ആയിരിക്കും. നിങ്ങൾക്ക് 89 എത്തിയിട്ട് തിരിച്ച് മാർക്കറ്റ് കയറിയെങ്കിൽ ചിലപ്പോൾ അതൊരു സൈഡ് വൈസ് മാർക്കറ്റ് ആയിരിക്കും. പക്ഷേ 90 എത്തിയിട്ട് നിങ്ങൾ എക്സിറ്റ് ആകാണ്ട് 70 60 പോയെങ്കിൽ അന്ന് ട്രെൻഡിങ് മാർക്കറ്റ് ആയിരിക്കും. വലിയ ക്യാൻഡിലുകളായിരിക്കും അന്ന് വരുന്നത്. പെട്ടെന്നായിരിക്കും താഴോട്ടും മുകളിലോട്ടും മാർക്കറ്റ് പോകുന്നത്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് മാർക്കറ്റിനനുസരിച്ച് നമ്മൾ സ്ട്രാറ്റജികൾ ബിൽഡ് ചെയ്യണം. ഓരോ മാർക്കറ്റിനും, ഇപ്പം സൈഡ് വൈസ് മാർക്കറ്റ് ആണെങ്കിൽ അതിന്, ട്രെൻഡിങ് മാർക്കറ്റ് ആണെങ്കിൽ അതിനുള്ള ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്തിട്ട് ഡിഫറെന്റ് സ്ട്രാറ്റജികൾ നമ്മൾ മാർക്കറ്റിനനുസരിച്ച് ഉപയോഗിക്കാൻ പഠിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അതിനനുസരിച്ച് റിസ്ക് റിവാർഡിൽ ട്രേഡ് എടുക്കാൻ പറ്റത്തുള്ളൂ. അടുത്തതായിട്ട് നമ്മൾ കോള് പ്രൊവൈഡ് ചെയ്യുന്നവരെ ഡിപ്പെൻഡ് ചെയ്യാൻ പോകരുത്. പലരും നമ്മളെ സമീപിച്ചിട്ട് പറയും, നിങ്ങൾ 1 ലക്ഷം രൂപ ക്യാപിറ്റൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാസം ഇത്ര പെർസെൻറ്റേജ് ഞങ്ങൾ പ്രോഫിറ്റ് തരാം. അത്തരക്കാർക്ക് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ അക്കൗണ്ടിൽ പൈസ ഇട്ടിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യുവാനോ കൊടുക്കരുത്. കാരണം എന്ന് പറയുന്നത് അവരുടെ പൈസയല്ല, നിങ്ങളുടെ പൈസ വെച്ചിട്ട് അവരാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ, ഇപ്പം നിങ്ങൾക്കൊന്നും അറിയത്തില്ല. നിങ്ങൾ ചിലപ്പോൾ യൂട്യൂബിൽ കാണുന്നുണ്ട്, ഇത്ര ലക്ഷം രൂപ ഇട്ടിട്ട് ഒരു മാസം ഇത്ര രൂപ പ്രോഫിറ്റ് കിട്ടിയെന്നുള്ള സ്ക്രീൻഷോട്ടും മറ്റു കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ നിങ്ങൾ നേരെ കൊണ്ടുപോയിട്ട് അവർക്ക് പൈസ കൊടുക്കും. ചിലപ്പം പലിശയ്ക്ക് എടുത്തായിട്ടായിരിക്കും കൊടുക്കുന്നത്, ലോൺ എടുത്തിട്ടായിരിക്കും കൊടുക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പൈസ ആയിരിക്കും അവർക്ക് കൊടുക്കുന്നത്. പക്ഷെ അവരുടെ എന്താണ്, അവരുടെ പൈസ അല്ലാത്തത് കൊണ്ട് അവരാരുടെ പൈസയാണ്, അവർക്ക് ആ പൈസ എടുത്ത് ട്രേഡ് ചെയ്ത് എങ്ങനെ വേണമെങ്കിലും, അവർക്കൊരു സ്ട്രാറ്റജി കാണത്തില്ല, അവർ തോന്നുന്ന പോലെ ട്രേഡ് ചെയ്യും. ആദ്യത്തെ 1-2 ദിവസം നിങ്ങൾക്ക് പച്ച കത്തിച്ച് കാണിച്ചു തരുമ്പോഴത്തേക്കും നിങ്ങൾ കുറച്ചുകൂടെ ക്യാപിറ്റൽ ഇട്ടവർക്ക് അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യാൻ കൊടുക്കും. 3-ാമത്തെ ദിവസം നോക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ അക്കൗണ്ട് സീറോയിലോട്ട് കിടക്കും. കാരണം എന്താണ്, അവന്റെ പൈസ അല്ലാത്തതുകൊണ്ട് അവൻ എന്ത് തോന്നിയാസം വേണമെങ്കിലും നിങ്ങളുടെ പൈസ വെച്ചിട്ട് കാണിക്കാം. അവന് പ്രോഫിറ്റ് കിട്ടിയാൽ നിങ്ങൾ ഇത്ര പെർസെൻറ്റേജ് അവർക്ക് പ്രോഫിറ്റ് കൊടുക്കുന്നു. ലോസ് വന്നു കഴിഞ്ഞാൽ ഫുൾ ലോസ് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നാണ് പോകുന്നത്. അപ്പം ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ട് മറ്റൊരാൾക്ക് ഹാൻഡിൽ ചെയ്യുവാൻ കൊടുക്കരുത്. നിങ്ങൾ സ്വന്തമായിട്ട് ട്രേഡ് ചെയ്തു. ഒരു ട്രേഡർമാരും ഇന്ന് ട്രേഡിങ്ങിൽ വിജയിച്ചിട്ടുള്ള ഒരു ട്രേഡർമാരും 1, 2, 3 വർഷം കൊണ്ട് വിജയിച്ചിട്ടുള്ളവരല്ല. അവരൊക്കെ വളരെ കഷ്ടപ്പെട്ട് പൈസ പോയി പഠിച്ച് വിജയിച്ചിട്ടുള്ളവരാണ്. അങ്ങനെയുള്ള ആൾക്കാർ മാർക്കറ്റിൽ ബുദ്ധിമുട്ടുമ്പോഴാണ് പെട്ടെന്ന് ഒരു ദിവസം 4 യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് ഇന്ന് തന്നെ നമുക്ക് ട്രേഡ് ചെയ്ത് വിജയിക്കാമെന്ന് വിചാരിച്ച് വരുന്നവരുണ്ട്. ഒരിക്കലുമില്ല. അല്ലെങ്കിൽ ഇന്ന് വന്ന പൈസ ആർക്കെങ്കിലും കൊടുത്തിട്ട് നമുക്ക് ട്രേഡ് ചെയ്ത് വിജയിക്കാമെന്ന്, നമ്മൾ എപ്പോഴും നമ്മൾ പഠിച്ച് മാത്രമേ നമുക്ക് ഈ ട്രേഡിംഗ് മേഖലയിൽ വിജയിക്കുവാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. ഇതിന് ഒരിക്കലും ഒരു ഷോർട്ട് കട്ട് ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 10ാം ക്ലാസ്സുകാരനും MBA വരെ പഠിച്ചവനും പ്രാക്ടിക്കൽ കൊണ്ട് മാത്രമേ, അതും എവിടുത്തെ പ്രാക്ടിക്കലാണ്, സ്റ്റോക്ക് മാർക്കറ്റിൽ വന്ന് നിങ്ങളുടെ എക്സ്പീരിയൻസ് കൊണ്ടുള്ള പ്രാക്ടിക്കലിലൂടെ മാത്രമേ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം എപ്പോഴും നിങ്ങൾ പഠിച്ച് മാത്രം, അല്ലെങ്കിൽ ഏതെങ്കിലും പെയ്ഡ് ഗ്രൂപ്പിൽ പോയിട്ട് അവിടെ തരുന്ന കോളുകൾ എടുത്ത് നമുക്ക് ഒരിക്കലും സ്റ്റോക്ക് മാർക്കറ്റിൽ വിജയിക്കാൻ പറ്റത്തില്ല. കാരണം നാളെ അവൻ പൂട്ടിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ നിലയില്ലാ കയത്തിൽ വീണതുപോലെ നിങ്ങൾ അവിടെ കിടന്ന് കൈയിട്ടടിച്ചുകൊണ്ടേയിരിക്കും. കാരണം നിങ്ങൾക്ക് നീന്താൻ അറിയില്ല. നിങ്ങൾ നീന്താൻ പഠിച്ചു കഴിഞ്ഞാൽ എവിടെ കൊണ്ടിട്ടാലും നിങ്ങൾ നീന്തി കരയിലോട്ട് കയറും. അപ്പം എപ്പോഴും നിങ്ങൾ പഠിച്ച് മാത്രമേ ട്രേഡ് ചെയ്യാവൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ അബദ്ധങ്ങൾ പറ്റും. ഒരിക്കലും പെയ്ഡ് ഗ്രൂപ്പുകളിലോ അല്ലെങ്കിൽ പെയ്ഡ് കോളുകൾക്കോ അല്ലെങ്കിൽ അക്കൗണ്ട് ഹാൻഡിലിങ്ങിനോ പൈസ കൊടുത്തിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യുവാൻ വേണ്ടിയിട്ട് പാടില്ല. അടുത്തതായിട്ട് ഓവർ കോൺഫിഡൻറ്റ്. നമ്മളൊരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ, നമ്മളൊരു ട്രേഡിൽ എൻട്രി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള ചിന്ത എന്താണ്? മാർക്കറ്റ് ഇങ്ങനെ മുകളിലോട്ട് കയറി പോകണം. കോൾ ഓപ്ഷൻ ആണ് എടുത്തിരിക്കുന്നതെങ്കിൽ ഒരിക്കലും താഴോട്ട് പോകാൻ പാടില്ല.
100 രൂപയ്ക്ക് നിങ്ങൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ 100, 105, 110, 120 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. ഒരിക്കലും നമ്മൾ താഴോട്ട് പോകാൻ പാടില്ല. സ്റ്റോക്ക് മാർക്കറ്റിൽ എപ്പോഴും ലാഭം നഷ്ടങ്ങൾ രണ്ട് കൂട്ടരുടെയും അവകാശമാണ്. ഒരാൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഓപ്പോസിറ്റ് വേറൊരാൾ കൂടെ ഉണ്ട്. എനിക്ക് ലോസ് വന്നു കഴിഞ്ഞാൽ അവന് പ്രോഫിറ്റ് ആണ്, അവന് ലോസ് വന്നു കഴിഞ്ഞാൽ എനിക്ക് പ്രോഫിറ്റ് ആണ്. അപ്പം രണ്ടുപേർക്കും ഈക്വൽ സാധ്യതകളുള്ള ഒരു മേഖലയാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ലോസും കൂടെ പ്രതീക്ഷിച്ചിട്ട് വേണം നമ്മൾ എപ്പോഴും ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട്. അല്ല എനിക്ക് എല്ലാ ദിവസവും പ്രോഫിറ്റ് വേണം എന്ന് കരുതിയിട്ടാണ് നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിൽക്കുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങൾക്കുള്ള മേഖലയല്ല ഇത്. കാരണം നഷ്ടം കൂടി, അതിനാണ് ഈ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുള്ളത്. നമുക്ക് എപ്പോഴും ഒരു ട്രേഡ് എടുക്കുമ്പോൾ അവിടെ റിസ്ക് റിവാർഡ് ഉണ്ട്. നമുക്ക് എപ്പോഴും ഒരു നഷ്ടം വരാനുള്ള സാധ്യത ഉണ്ട് മാർക്കറ്റിൽ. നമ്മൾ ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ചിന്തിക്കുന്നത് എന്താണ്, നമ്മളൊരു 10 വാട്സപ്പ് ഗ്രൂപ്പിലെങ്കിലും കാണും. നമ്മൾ ഒരു ട്രേഡ് 100 രൂപയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ 110, 120 രൂപ കിട്ടിയിട്ട് വേണം എനിക്ക് സ്ക്രീൻഷോട്ട് കൊണ്ടുവന്ന് എവിടെ ഇടാൻ വേണ്ടിയിട്ട്, വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇടാൻ വേണ്ടിയിട്ട്. പക്ഷെ ഒരിക്കലും അങ്ങനത്തെ ഒരു ചിന്തയോടുകൂടി നമ്മൾ ട്രേഡ് എടുക്കരുത്. നമ്മൾ ആ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ മുകളിലോട്ട് പോയിട്ടായിരിക്കും പെട്ടെന്ന് താഴോട്ട് വരുന്നത്. അപ്പൊ ലോസിലെത്തുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ ഞാൻ എങ്ങനെ ലോസിന്റെ സ്ക്രീൻഷോട്ട് കൊണ്ടുവന്ന് അവിടെ ഇടും. ഇല്ല, തിരിച്ചു കയറും മാർക്കറ്റ്, അതുകൊണ്ട് വെയിറ്റ് ചെയ്യാം. പക്ഷെ മാർക്കറ്റ് നേരെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കും, നമുക്ക് ലോസും കൂടി വരും. അപ്പം ഒരിക്കലും ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ വാട്സപ്പ് ഗ്രൂപ്പിൽ കൊണ്ടുപോയിട്ട് സ്ക്രീൻഷോട്ട് ഇടണം എന്നുള്ള ഒരു ചിന്തയോടുകൂടി നമ്മൾ ഒരിക്കലും ട്രേഡ് എടുക്കരുത്. അവിടെ നമ്മൾ ഓവർ കോൺഫിഡന്റ് ആണ് കാണിക്കുന്നത്. ആ ഒരു ഓവർ കോൺഫിഡന്റോടുകൂടി നമ്മൾ മാർക്കറ്റിനെ സമീപിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് തോൽവി മാത്രമേ കാണത്തുള്ളൂ. അടുത്തതായിട്ട് ടൈം. നമുക്ക് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സമയം എന്ന് പറയുന്നത്. സമയം ഒരിക്കലും നമുക്ക് വേണ്ടി കാത്തു നിൽക്കത്തില്ല. ഉള്ള സമയത്തിന് നമ്മൾ മാക്സിമം ഉപയോഗിക്കാൻ നോക്കണം. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 3:30 മണി വരെ ഇരുന്നിട്ട് കാണുന്ന ട്രേഡുകളെല്ലാം എടുത്ത് ടെൻഷനും അടിച്ച് അവസാനം 3:30 മണിക്ക് നമ്മൾ എന്ത് ചെയ്യും? രാവിലെ ഒരു 10-11 മണിയാകുമ്പോൾ പ്രോഫിറ്റിലായിരിക്കും നമ്മൾ, ഉച്ചവരെയും പ്രോഫിറ്റിലായിരിക്കും നമ്മൾ, ചിലപ്പോൾ 3 മണി വരെ നമ്മൾ പ്രോഫിറ്റിലായിരിക്കും. 3:30 മണിയാകുമ്പോഴത്തേക്കും നമ്മൾ കൊണ്ടുപോയി കലം ഉടച്ചിട്ട് നമ്മൾ ചുവപ്പിൽ ക്ലോസ് ചെയ്യും. നേരത്തെ പറഞ്ഞു ഓവർ ട്രേഡിങ്. നമ്മൾ ഒരു ദിവസം ഇത്ര ട്രേഡ് എടുക്കാവൂ എന്ന് കരുതിയിട്ട് ആ ഒരു ട്രേഡ്, നമ്മളിപ്പം ഒരു കൂലിപ്പണിക്കാരൻ നാട്ടിലൊരു കൂലിപ്പണിക്ക് പോയി കഴിഞ്ഞാൽ മാക്സിമം ഒരു 1000 രൂപയാണെന്ന് തോന്നുന്നു ഒരു ദിവസത്തെ കൂലി. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ വന്നിരുന്നിട്ട് ചിലപ്പം ഒരു 10 മിനിറ്റ് കൊണ്ട് ഒരു ട്രേഡ് എടുത്ത് 2000 രൂപ കിട്ടിക്കഴിഞ്ഞാലും അവിടെ നമുക്ക് ആർത്തിയാണ്, പോരാ അടുത്ത ട്രേഡ് എടുക്കണം. ഒരു ദിവസം നിങ്ങൾ നിങ്ങളുടെ റിസ്ക് റിവാർഡിനനുസരിച്ച് എത്ര ട്രേഡ് എടുക്കണമെന്ന് നിങ്ങൾ തന്നെ ആദ്യം കണ്ടെത്തുക. 2-3 ട്രേഡ്, ആ 3 ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റിനോട് വിട പറഞ്ഞിട്ട് കുടുംബത്തോടൊപ്പമോ അല്ലെങ്കിൽ മറ്റ് ജോലികൾക്കോ പോവുക. നമ്മൾ എപ്പോഴും മാർക്കറ്റിന്റെ ഫ്രണ്ടിൽ കുത്തിയിരിക്കുമ്പോഴാണ് നമുക്ക് ട്രേഡ് ചെയ്യുവാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകുന്നത്, ഇല്ലേ? നമ്മളിപ്പോൾ മാർക്കറ്റ് ഇങ്ങനെ പൊട്ടി വീഴുകയാണ്, അപ്പൊ നമ്മൾ വിചാരിക്കും ആ മാർക്കറ്റ് പൊട്ടി വീഴുന്നു, പെട്ടെന്ന് പോയിട്ട് നമുക്ക് പുട്ട് ഓപ്ഷൻ എടുക്കാം. മാർക്കറ്റ് അവിടെ നിന്ന് റിക്കവറായി തിരിച്ചു കയറുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, പെട്ടു, വെയിറ്റ് ചെയ്യാം, ലോസോട് ലോസ് ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഒരു ട്രേഡ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ദിവസം ഇത്ര ട്രേഡാണ്, മാർക്കറ്റിന്റെ സ്ട്രക്ചറിനനുസരിച്ച് സൈഡ് വൈസ് ആണെങ്കിൽ സൈഡ് വൈസ് മാർക്കറ്റിൽ ഇത്ര പോയിന്റ് മതി, ഇതോടുകൂടി ഞാൻ ട്രേഡ് നിർത്തുകയാണ്. അതോടുകൂടി നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ കിൽ സ്വിച്ച് ഉണ്ടെങ്കിൽ കിൽ സ്വിച്ച് ഓൺ ചെയ്തിട്ട് നിങ്ങൾ മടക്കി മറ്റു കാര്യങ്ങൾക്ക് പോവുക. ഒരിക്കലും നിങ്ങൾ മാർക്കറ്റിൽ ഫുൾ ടൈം ഇരുന്നിട്ട് നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യല്. പഠിക്കാനാണ് ഇരിക്കുന്നതെങ്കിൽ കിൽ സ്വിച്ച് ഇട്ടിട്ട് നിങ്ങൾക്ക് ഇരിക്കാം. അല്ലാണ്ട് ട്രേഡിങ്ങിന് വേണ്ടിയിട്ട്, ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടിയിട്ട് രാവിലെ 2-3 ട്രേഡ് ചെയ്ത് പൈസ കിട്ടിയിട്ടും നിങ്ങൾ വീണ്ടും ഓപ്പർച്യൂണിറ്റീസ് കിട്ടും ട്രേഡ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് മാർക്കറ്റിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് മാസം അവസാനം പച്ചയിൽ അവസാനിക്കാനും പറ്റില്ല. നിങ്ങളുടെ ടൈം ഫുള്ള് ഈ മാർക്കറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ ദാനം കൊടുക്കുകയും ചെയ്യും. എപ്പോഴും നമ്മളൊരു ട്രേഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സ്ഥിരമായിട്ട് ഒരു സ്ഥലത്തിരുന്നാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ ആ ലാപ്ടോപ്പിന്റെ അടുത്തൊരു പേപ്പറിൽ എഴുതി ആ ചുവരിൽ ഒട്ടിച്ചു വെക്കുക. നിങ്ങളുടെ ട്രേഡിങ്ങിന്റെ ഒരു ജേണൽ അവിടെ എഴുതി ഒട്ടിച്ചു വെക്കുക. എന്തൊക്കെ സെനാരിയോ ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്, ഒരു ട്രേഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട് എന്ത് സ്ട്രാറ്റജിയാണുള്ളത്. അപ്പോൾ നിങ്ങളൊരു ട്രേഡ് എടുക്കുന്നതിന് മുന്നേ അവിടെ നോക്കുക, നിങ്ങളുടെ സ്ട്രാറ്റജി എത്തിയോ, നിങ്ങളുടെ സ്ട്രാറ്റജി അനുസരിച്ച് എൻട്രി ലെവലിൽ മാർക്കറ്റ് എത്തിയോ, ആണെങ്കിൽ മാത്രമേ എടുക്കാവൂ. അല്ലാന്നുണ്ടെങ്കിൽ ട്രേഡ് എടുക്കാൻ പോകരുത്. അത്തരം കണ്ടീഷനുകൾ നിങ്ങൾ ഒരു ട്രേഡിംഗ് ജേണലായിട്ട് എഴുതി അവിടെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ട്രേഡിങ്ങിൽ വിജയിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളെപ്പോഴും ഒരു മന്ത്ലി ട്രേഡിംഗ് ജേണൽ കീപ്പ് ചെയ്യണം. അതിൻ്റെ ഒരു ഫോർമാറ്റ് ഞാൻ ഇവിടെ ഇടുന്നുണ്ട്. അത് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഞാൻ പിൻ ചെയ്തിട്ടേക്കാം, ആവശ്യമുള്ളവർ അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക.
അതാകുമ്പോഴത്തേക്കും നമുക്ക് കൃത്യമായിട്ട് ട്രേഡിംഗ് ജേണൽ കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റുന്ന തെറ്റുകൾ നമുക്ക് വൈകുന്നേരം മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് തന്നെ തിരിച്ച്